അന്നേ ദിവസം സൂര്യൻ വൈകിയാണ് മല കയറിയത്. കൂറ്റൻ മരത്തിന്റെ പൊക്കിലെ മലമുഴക്കി വേഴാമ്പൽ തീറ്റ തേടി പോയതും വൈകി. അള്ളിപ്പിടിച്ചിരുന്ന് മുല കുടിക്കുന്ന കുരുന്നിന്റെ ദേഹത്തെ പേൻ തെരഞ്ഞു പിടിക്കുന്ന തള്ളക്കുരങ്ങിന്റെ മുഖത്ത് ഉറക്കച്ചടവ്. മഞ്ഞിപ്പോഴും മാറിയിട്ടില്ല. മലയിറങ്ങിയ ചിണ്ടൻ തിരിഞ്ഞു നോക്കി. അമ്പലമേട് പൊന്നിൽ കുളിച്ചു നിൽക്കുന്നു. അയാൾ മലയെ വണങ്ങി. അങ്ങകലെ കരിമലയ്ക്ക് അപ്പോഴും കറുത്ത നിറമാണ്. തുണിയിൽ കുടുങ്ങിയ കട്ടക്കാരി മുള്ള് ചിണ്ടൻ ശ്രദ്ധാപൂർവം എടുത്തു മാറ്റി. മുള്ളാണ് ചുറ്റിനും, കാണുന്നതും കാണാത്തതും. ആകെ ഒരു ആന്തലാണ് ഉള്ളിൽ. എവിടെയൊക്കെയോ കൂർത്ത മുള്ളുകൾ തുളച്ചു കയറും പോലെ. എത്ര കാലമാണിങ്ങനെ ഒളിച്ചും പാത്തുമുള്ള ജീവിതം. ശത്രു അത് നരിയായും നരനായും കൂടെയുണ്ട്. നരിക്ക് വിശപ്പാണ് ശത്രു. വിശപ്പ് കെടുമ്പോൾ അവൻ മടങ്ങും. കൊല്ലുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം. എന്നാൽ നരനോ എത്ര കിട്ടിയാലും തികയാത്ത ആർത്തിയാണ് അവന്. കൊല്ലുന്നതിൽ ഹരം കണ്ടെത്തിയവരാണ് ചുറ്റിലും. കൊല്ലുക, കൊല്ലപ്പെടുക, അതിനപ്പുറം ഒന്നും ചിന്തിക്കാനില്ലാത്ത അവസ്ഥയാണ് കുറേ കാലമായി. ജീവിച്ച് മതിയായിട്ടില്ല. കണ്ട് കൊതി തീർന്നിട്ടില്ല. കാടിനെ, കാട്ടാറിനെ, കാട്ടുമര തണലിനെ ഇനിയും അറിയാനുണ്ട് ഏറെ. ജനിച്ചത് ഈ കാട്ടിൽ, വളർന്നത് ഈ തണുപ്പിൽ, പാലൂട്ടിയത് ഇവിടത്തെ കാട്ടുചോലകൾ. പക്ഷേ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പാലം നേർത്ത് നേർത്ത് വരുന്നു. അകലം കുറഞ്ഞു വരുന്നു. ശത്രു ശക്തനാണ്. അവന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. നശിപ്പിക്കുക, മുച്ചൂടും നശിപ്പിക്കുക, ഇതാണ് അവൻ്റെ ജീവിതവ്രതം. ചവച്ചു തുപ്പിയ കരിമ്പിൻ ചണ്ടി പോലെയാണ് അവൻ ഒഴിഞ്ഞു പോകുന്ന ഓരോ നാടും. തലയിറുന്നു മാറിയ ഉടലുകൾ, ചവിട്ടി മെതിച്ച ജീവിതങ്ങൾ, കത്തി അമർന്ന ഊരുകൾ, ഇതൊക്കെയാണ് എന്നത്തെയും കാഴ്ച. മരണത്തിൻ്റെ മണമാണ് എങ്ങും. എത്ര കാലമായി ഇത് തന്നെ കാണുന്നു, ഇത് തന്നെ കേൾക്കുന്നു. ആഞ്ഞു വീശുന്നവനാണവൻ. ആഞ്ഞടിക്കുക, പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് കണ്ട് മടങ്ങിപ്പോവുക. വയ്യ, മടുത്തു. ചിന്തിക്കും തോറും ഉള്ളിൽ കടന്നൽ കൂട്ടിളകുന്നു. മരുന്ന് തേടി ഇറങ്ങിയതാണവർ. നാൽപ്പാമരപ്പട്ട, ആവണക്കില, പ്ലാവില, തെച്ചി, പെരുവലം. ശേഖരിക്കേണ്ട മരുന്നുകൾ നിരവധിയാണ്. കുറെ കിട്ടി. ഓരോന്നും ആദരപൂർവ്വം എടുത്ത് ഭാണ്ഡത്തിലിട്ടു. മുത്തങ്ങാക്കിഴങ്ങ് ശ്രദ്ധാപൂർവം പിഴുതെടുത്തു. മണത്തു നോക്കി. മരുന്നുകളുടെ കലവറയാണ് നീലിമല. ഇവിടുത്തെ കാറ്റടിച്ചാൽ പോലും രോഗം മാറുമെന്നാണ് പഴമൊഴി. ഓരോ പുല്ലിനും ഔഷധ ഗുണമുണ്ടത്രേ. ഓരോ ചെടിക്കും ഓരോ നിയോഗമുണ്ട്. വേരായും തണ്ടായും തടിയായും ഇലയായും കായായും പഴമായും ഒക്കെ കിട്ടുന്ന പരം. അയാൾ ഭാണ്ഡം പരിശോധിച്ചു. ആവശ്യത്തിനായി മതിയാക്കാം. ഏറ്റവും ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ എന്നാണ് ഗുരുകാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. ബാക്കി സകല ചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. മൂടോടെ പറിച്ചുകൊണ്ട് പോയിട്ട് അവസാനം ഉപയോഗം വരാതെ വലിച്ചെറിയുന്നതിനേക്കാൾ മഹാപാപം വേറെ ഒന്നില്ല. കാട്ടുചോലയുടെ കലബല ശബ്ദം ഇങ്ങ് കേൾക്കാം. എല്ലാ ജോലിയും തീർത്തിട്ട് വേണം ഒന്ന് കുളിക്കാൻ. പണ്ടൊക്കെ എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് നടന്നത്. കയറാത്ത മരമില്ല, കുളിക്കാത്ത ചോലകളില്ല. ഇടയ്ക്ക് കൊമ്പും കുലുക്കി വരുന്ന കാട്ടിയെ തിരിച്ച് തല കുലുക്കി കാണിച്ച് ഓടിച്ചു വിടാറുണ്ടായിരുന്നു. വല്ലപ്പോഴും മുന്നിൽ വന്ന് ചാടുന്ന നരി തൊടാതെ വെറുതെ വിട്ടത് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് കാട് ഭയപ്പെടുത്തുന്നു. അതിൻ്റെ നിഗൂഢത വല്ലാതെ കൂടിയതുപോലെ. ചീരൻ തൊട്ടപ്പുറത്ത് എവിടെയോ ഉണ്ട്. ശതാവരിക്കിഴങ്ങ് തേടിപ്പോയതാണ്. അവനാണ് ആകെയുള്ള കൂടപ്പിറപ്പ്. എവിടെ പോയാലും വാലുപോലെ അവനും കാണും. ഈ ചെറുക്ക് ഇത് എങ്ങോട്ടാ പോയത്? ചിണ്ടൻ ചുറ്റും നോക്കി. ഒറ്റ നോട്ടത്തിൽ അടുത്തെങ്ങുമില്ല. പെട്ടെന്ന് അയാളുടെ കാതുകൾ ഉയർന്നു. കണ്ണുകൾ വിടർന്നു. മനസ്സ് ജാഗരൂകമായി. അരയിലെ കെട്ടിൽ തൂക്കിയിട്ടിരുന്ന ചുരികയിൽ കൈകൾ അമർന്നു. ഒരു ഞാണിൻ്റെ മൂളക്കം ചെവിയിൽ തുളച്ചു കയറി. ഭയം അയാളുടെ മുഖത്ത് തെളിഞ്ഞു. തോൽക്കരുത്, തോൽക്കരുത്, അയാൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു. കാട്ടുവള്ളികൾക്കിടയിലൂടെ കൊടികെട്ടിയ ഒരമ്പ് ചീറിപ്പാഞ്ഞു വന്നു. ചീരൻ്റെ നിലവിളി ഉയർന്നു. കഴുത്തിൽ തറച്ച അമ്പ് ഊരാൻ അവൻ്റെ കൈകൾ ഉയർന്നു. പക്ഷെ അടുത്ത അമ്പ് അത് മുതുകിലാണ് തറച്ചത്. ചീരൻ നിലത്ത് വീണ് പിടഞ്ഞു. ഈ സമയം ചിണ്ടൻ ഓടുകയായിരുന്നു. തിരിഞ്ഞു നോക്കാതെയുള്ള ഓട്ടം. അയാളുടെ തലക്കെട്ടിൽ ഉരസിക്കൊണ്ട് ഒരമ്പ് മുന്നോട്ട് പോയി മരത്തിൽ തറച്ചു. ആവുന്നത്ര വേഗത്തിൽ അയാൾ ഓടി.
മരണഭയത്തേക്കാൾ വലുതായൊന്നും ഭൂമുഖത്തില്ലല്ലോ. വീണ്ടും തുരുതുരെ അമ്പുകൾ. തോൽക്കരുത്, തോൽക്കരുത്. പെരുമ്പാറ്റയാണ് വരുന്നത്. കാടിളക്കി, നാടിളക്കി, മരമറുത്ത്, പുഴ കലക്കി, മല മറിച്ചു വരുന്ന വർഗം. അമ്പലമേട്ടിലേക്കാണ് അയാൾ ഓടിയത്. പെരുമ്പാറ്റ ഭയക്കുന്ന ഇടം. മലയിൽ കുടികൊള്ളുന്ന ആദിമുത്തപ്പനെ അവർക്ക് ഭയമാണ്. ശത്രു പിന്മാറിയെന്ന് തോന്നുന്നു. ജീവൻ കിട്ടിയ ആശ്വാസത്തോടെ അയാൾ നെടുവീർപ്പെട്ടു. എൻ്റെ മലമുത്തപ്പ. അയാളുടെ ഉള്ളു പിടഞ്ഞു. എന്നിട്ട് അലറിക്കരഞ്ഞു. മുകളിലെത്തുമ്പോഴേക്കും കുഴഞ്ഞ് നിലത്ത് വീണു. അവിടെ കിടന്ന് നിലവിളിച്ചു. എൻ്റെ കൂടപ്പുറപ്പിനെ കൊണ്ടുപോയി. ശബ്ദം കേട്ട് കണ്ടൻ ഇറങ്ങി വന്നു. ചിണ്ടർ അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ കാര്യം പറയേ, നിലവിളി നിർത്ത്. പെരുമ്പാറ്റ വന്നേ, ചീരനെ കൊണ്ടുപോയി. കണ്ടൻ താങ്ങാനാവാതെ നെഞ്ചത്തടിച്ചു. അയ്യോ! ആ നിലവിളി കുടിക്കകത്തു എത്തി. അകത്തു നിന്നും ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കൂടി ഉയർന്നു. തറുത്തമ്മയുടെ. ഈ കൂട്ടക്കരച്ചിൽ ഒരു വശത്ത് നടക്കുമ്പോൾ അവൻ, ജനിച്ചിട്ട് 3 ദിവസമായ അവൻ കരഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ എന്തോ തേടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അവൻ കരയാൻ പാടില്ല, തളരാനും പാടില്ല. അമ്പലമേട്ടിൽ മലയരയന്മാർ ഒത്തുകൂടി. എല്ലാവരും നിശബ്ദരാണ്. ആരും ഒരു തുള്ളി വെള്ളം ഇറക്കിയിട്ടില്ല. ചീരൻ കാടിൻ്റെ സ്വത്തായിരുന്നു. മിടുക്കനായ വൈദ്യൻ. ചെടിയുടെ വേര് മണത്തു നോക്കി ഗുണം പറയുന്നവൻ. 18 മലകളിൽ ഓരോന്നായി പെരുമ്പാറ്റകൾ ഇരച്ചു കയറിയപ്പോൾ കണ്ടൻ്റെയും കറുത്തമ്മയുടെയും കൂടെ അമ്പലമേട്ടിലേക്ക് ചേക്കേറിയവരാണ് ചിണ്ടനും ചീരനും. പിന്നെ ഓരോരുത്തരായി വന്നു. കണ്ടനും കറുത്തമ്മയും താമസിച്ച കുടികളുടെ അടുത്ത് അവർ പുതിയ കുടികൾ കെട്ടി. പതിയെ പതിയെ അവർ ജീവിതത്തിലേക്ക്, അതിൻ്റെ ചെറിയ ചെറിയ സന്തോഷത്തിലേക്ക് അലിഞ്ഞു. ഏറ്റവും അത്യാവശ്യത്തിന് മാത്രം മലയിറങ്ങി. കരിമലയിൽ പെരുമ്പാറ്റ പിടിമുറുക്കിയതോടെ എല്ലാം അവതാളത്തിലായി. കാട്ടിൽ കിട്ടുന്നതൊക്കെ കൊണ്ട് കാലം കഴിക്കേണ്ട അവസ്ഥ. അപ്പോഴും പെരുമ്പാറ്റയുടെ ആർത്തി അടങ്ങിയിട്ടില്ല. കയ്യിൽ കിട്ടുന്ന മലയരയന്മാരെ ഒക്കെ അവർ കൊന്നു. പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. പലരുടെയും ജഡം കഴുകനും കഴുതപ്പുലിക്കും തീറ്റയായി. രാത്രിയാവാൻ അവർ കാത്തിരുന്നു. അന്ന് സൂര്യൻ വേദനയോടെയാണ് മലയിറങ്ങിപ്പോയത്. പന്തം തെളിച്ചുകൊണ്ട് കണ്ടനും ചാമിയും ചുണ്ടനും ഇറങ്ങി. മുത്തനെ കാവൽ നിർത്തി. അമ്പലമേട്ടിൽ നിന്നും താഴേക്കിറങ്ങി. കാട്ടുചോലയുടെ അടുത്തെത്തിയപ്പോൾ ചുണ്ടൻ നിന്നു. ഇവിടെ വെച്ചാണ് തനിക്ക് നേരെ അമ്പ് വന്നത്. അവർ പന്തത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ എങ്ങും പരതി. അതാ അമ്പ്. തൻ്റെ ജീവനെടുക്കാൻ വന്നത്. ഒലട്ടിമരത്തിൽ തറച്ചിരുന്ന അസ്ത്രം അയാൾ വലിച്ചൂരിയെടുത്തു. അതിൻ്റെ അറ്റത്തെ കൊടിയടയാളം കാണാൻ അയാൾ പന്തത്തിനടുത്തേക്ക് കാണിച്ചു. പുലിയടയാളം. ചുണ്ടൻ നെഞ്ചത്ത് കൈവച്ചു. എൻ്റെ മുത്തപ്പ പെരുമ്പാറ്റ. അവർ വീണ്ടും നടന്നു. ഭയം ഉള്ളിലേക്ക് പടരുന്നു. ഏത് നിമിഷവും കൊല്ലപ്പെടാം. കഴുത്ത് തുളച്ചു കയറുന്ന മരണം. ചതിക്കൂട്ടങ്ങളാണ് പതിയിരിക്കുന്നത്. കുറച്ചകലെയായി ചീരന്റെ ദേഹം തണുത്തു മരവിച്ച് കിടക്കുന്നു. ചുണ്ടൻ കരച്ചിലടക്കാൻ പാടുപെട്ടു. കൂടപ്പറപ്പ്. അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. കണ്ടൻ അവൻ്റെ ചുമലിൽ കൈവച്ചു. ചിണ്ട, വാ, നമുക്കവനെ മുകളിലെത്തിക്കാം. കർമ്മം ചെയ്യണ്ടേ? ചിണ്ടൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കയ്യിൽ കരുതിയ മുളന്തണ്ടുകൾ നിലത്തിട്ട് അവർ കൂട്ടിക്കെട്ടി. ചീരനെ താങ്ങിയെടുത്ത് അതിലേക്ക് കിടത്തി. അവൻ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ശതാവരി കിഴങ്ങുകൾ ഊർന്നു താഴെ വീണു. തലയ്ക്കൽ ചിണ്ടൻ പിടിച്ചു, കാലിൽ കണ്ടനും. അവർ കനം തൂങ്ങുന്ന മനസ്സുമായി മല കയറി. കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിയ ആ പന്തങ്ങൾ മലമുകളിലേക്ക്. ഇനിയും എത്ര നാളിങ്ങനെ? ഉത്തരം കിട്ടാത്ത ആ ചോദ്യം അവരിൽ ഒരേ സമയം അലയടിച്ചു.